സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 13. സൂറത്തുൽ ബഖറ 47 മുതൽ 54 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. തഫ്സീർ പറയാണ്. യാ ബനി ഇസ്രാഈല, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുവീൻ, ഓർക്കുവീൻ. ചേർത്ത് പറയുമ്പോൾ യാ ബനി ഇസ്രാഈൽ ഉദ്കുറു നിഅമതിയ, എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹം, അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം. അല്ലത്തി, എങ്ങനെയുള്ള അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളതായ അനുഗ്രഹമായി ചെയ്തിട്ടുള്ള. അല്ലത്തി മറ ബയാനുഹാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ അതിൻ്റെ വിവരണം കഴിഞ്ഞു പോയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അർത്ഥം. അതായത് സൂറത്തുൻ നിസാ 54-ാമത്തെ ആയത്തിൽ പരാമർശിച്ച ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ വആതൈനാഹും മുൽക്കൻ അളീമാ. ഫഖദ് ആതൈനാ, നിശ്ചയം നാം നൽകി, ആല ഇബ്രാഹിമ, ഇബ്രാഹിം കുടുംബത്തിന്, അൽ കിതാബ, വിശുദ്ധ വേദഗ്രന്ഥത്തെ, വൽ ഹിക്മത്ത, തത്വജ്ഞാനത്തെയും, വആതൈനാഹും, അവർക്ക് നാം നൽകി, മുൽക്കൻ അളീമ, മഹത്തായ അധികാരം നൽകി എന്ന്. വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, വഅന്നി, നിശ്ചയം ഞാൻ, ഫദ്ദൽതുകും, നിങ്ങളെ ശ്രേഷ്ഠരാക്കി, അലൽ ആലമീൻ, ലോകരേക്കാൾ. അതായത് ഐ ആലമീ സമാനിക്കും അസ്സാലിഫി, നിങ്ങളുടെ മുൻകഴിഞ്ഞ കാലത്തെ ലോകത്തേക്കാൾ, അല്ലെ ആ നിങ്ങളുടെ കാലഘട്ടം, അതിനു മുമ്പുള്ള കാലഘട്ടം, കഴിഞ്ഞ കാലഘട്ടം, അവരെക്കാളേറെ നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്നാണ് അർത്ഥം. അല്ലാതെ മൊത്തം ലോകരേക്കാൾ എന്നല്ല. ആലമീന സമാനിക്കും എന്നാണ്. അല്ലെ നാ എന്നുള്ള നൂന് മുലാഫ്, ആലമീന എന്നുള്ളത് മുലാഫ് ആയതുകൊണ്ട് പിന്നെ മുലാഫിൻ ഇലൈഹി സമാനി എന്നുള്ളതിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആലമീ എന്ന് വായിക്കും.
അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ എന്ന് പറഞ്ഞതിൽ അവിടെ എന്താണ് ആശയം? മൊത്തം ലോകരേക്കാൾ എന്നല്ല. കാരണം ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ആൽ ഇംറാൻ 110 ആയത്തിൽ നിന്ന്. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട. തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. തൻഹൗന അനിൽ മുൻകരി, തിന്മ നിങ്ങൾ വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമ സമുദായം നിങ്ങളാണ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇസ്രായേലിയരെ കുറിച്ച് അവർ ലോകരിൽ അവരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അവരുടെ മുൻകാലത്ത് വന്ന സമുദായങ്ങളെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ്. വത്തഖൂ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെടുക, സൂക്ഷിക്കുക. അതായത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്. ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല. ഫീഹി, ആ ദിവസത്തിൽ. അതായത് ലാ തജ്സി ഫീഹി എന്നർത്ഥം. ആ ദിവസത്തിൽ, ഖിയാമത്ത് നാളിൽ. നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാളും മറ്റൊരാൾക്ക് ഒന്നും നൽകുകയില്ല. വലാ യുഖ്ബലു മിൻഹ, ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതല്ല. ഷഫാഅത്തുൻ, ശുപാർശ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിഗൈരി ഇദ്നില്ലാഹി, അല്ലാഹു തആലയുടെ അനുമതി കൂടാതെ എന്നാണ്. അപ്പോൾ അനുമതിയോടുകൂടിയുള്ള ഷഫാഅത്തുണ്ട്. അത് എന്താണ് തെളിവ്? ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാം ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. സൂറത്ത് യൂനുസ് 3-ാമത്തെ ആയത്ത്. ഇന്ന റബ്ബക്കും, നിശ്ചയം നിങ്ങളുടെ റബ്ബ്, അള്ളാഹുവാണ്. അല്ലതി, എങ്ങനെയുള്ള അള്ളാഹു? ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളും ഭൂമിയും അവൻ പടച്ചിരിക്കുന്നു. ഫി സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിലായി. ഉമ്മ, പിന്നെ ഇസ്തവ അലൽ അർഷ്, അവൻ അർഷിൽ ആസനസ്ഥനായി, ഇസ്തിവായി. യുദബ്ബിറുൽ അംറ, അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. മാമിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവൻ അനുമതി നൽകിയ ശേഷമല്ലാതെ ഒരു ശുപാർശകനുമില്ല. അപ്പം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഷഫാഅത്തില്ല എന്ന് ആണ് ഇവിടെ ആശയം. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅ്ബുദൂ, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അതിനാൽ അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് ബോധമില്ലേ, ബുദ്ധിയില്ലേ, ചിന്തിക്കുന്നില്ലേ? വലാ യുഖദു മിൻഹാ അദ്ലുൻ, ഒരാളിൽ നിന്നും ഒരു അതിലും ഒരു തണ്ടവും സ്വീകരിക്കപ്പെടുന്നതല്ല. അതായത് ഇവളുൻ അലൽ മആസി, പാപങ്ങൾ ചെയ്തതിന് പകരമായിട്ട് ഒരു തണ്ടവും പ്രായശ്ചിത്തവും സ്വീകരിക്കാത്ത ദിവസമാണ് എന്ന്. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. ഖിയാമത്ത് നാളിൽ മറ്റൊരു സഹായവും കിട്ടില്ല, പാപികൾക്കൊരു സഹായം കിട്ടാനില്ല എന്നതാണ്. അതായത് യൗമൽ ജസാഇ, പ്രതിഫല ദിവസം. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. യൗമ എന്ന ദിവസം, യഫിറുൽ മർഉ, മനുഷ്യൻ ഓടുന്നതാണ്. മിൻ അഖീഹി, അവൻ്റെ സഹോദരനിൽ നിന്ന് ഓടി മറയും. വ ഉമ്മിഹി വ അബീഹി, അവൻ്റെ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും. വ സ്വാഹിബത്തിഹി, അവൻ്റെ ഭാര്യയിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്നും. വ ബനീഹി, അവൻ്റെ സന്തതിയിൽ നിന്നും. ലികുല്ലി ഇംറിഇൻ, ഓരോ മനുഷ്യനും ഉണ്ടാവും. മിൻഹും, അവരിൽ നിന്നുള്ള. യൗമ ഇതിൻ, ആ ദിവസം, അന്ന ദിവസം. ഷഅ്നുൻ, കാര്യമുണ്ടാവും. യൗനി, അവനെ
അവന് വേണ്ടത്ര കാര്യം അന്ന് അവൻ്റെ കാര്യം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം നോക്കാനൊന്നും അവന് സമയം ഉണ്ടാവില്ല, പറ്റൂല, സാധിക്കില്ല എന്നതാണ്. കാരണം അവൻ്റെ കാര്യം തന്നെ എന്തോ എന്നുള്ള ആ ഒരു ബേജാറിലും ബദ്ധപ്പാടിലുമായിരിക്കും ഖിയാമത്ത് നാളിൽ. അപ്പം ആർക്കും ആരെയും സഹായിക്കാനൊന്നും പറ്റില്ല എന്നതാണ്. വദ്കുറു വ ഇത് നജ്ജൈനാക്കുന്നത്. അപ്പോൾ വ എന്നുള്ളത് വ ഉദ്കുറു, നിങ്ങൾ ഓർക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞേ ഓർക്കുക, സ്മരിക്കുക, അതിലേക്ക് അത്ഫാണ്. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم وإذ نجيناكم നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർക്കുക. മിൻ ആലി ഫിർഔന, ഫിർഔൻ പ്രവൃത്തികളിൽ നിന്ന്, ഫിർഔൻ്റെ കൂട്ടരിൽ നിന്ന്, ഫിർഔൻ്റെ ആളുകളിൽ നിന്ന്. യസൂമൂനക്കും അവരെ നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു. ആ സന്ദർഭം സൂ അൽ അദാബ്, ഏറ്റവും മോശമായുള്ള ശിക്ഷ, കടുത്ത ശിക്ഷ. യുദബ്ബിഹൂന, അവർ അറുക ചെയ്യുകയായിരുന്നു. അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെ, ആൺമക്കളെ. ഹിദ്റം മിൻ കസറത്തിക്കും, നിങ്ങൾ അധികരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവർ ചെയ്തതാണ്. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. എന്തിനാണ് അവരെ ജീവിക്കാൻ വിടുന്നത്? ലിൽഖിദ്മത്തി, അവർക്ക് സേവനം ചെയ്യാൻ. ഫീദാലിക്കും, അതിലുണ്ടായിരുന്നു അൽ ഇൻജാ ബലാ ഉൻ, ഫീദാലിക്കും ബലാ ഉൻ, അതിൽ ബലാ പരീക്ഷണമുണ്ടായിരുന്നു. അവിടെ ഇൻജാ ഇൻആം എന്ന് അർത്ഥം കൊടുത്തത് എന്തെന്ന് മനസ്സിലായില്ല. മിർ റബ്ബിക്കും അദീം, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള മഹത്തായ പരീക്ഷണം, വലുതായ പരീക്ഷണം ഉണ്ടായിരുന്നു എന്നാണ്. ഇനി അടുത്ത് തുറന്ന് പറയാം. വ ഇത് ഫറഖന, അതായത് വദ്കുറു ഇത് ഫറഖന ബിക്കുമുൽ ബഹ്റ, വീണ്ടും നിങ്ങൾ സ്മരിക്കൂ എന്ന് പറയണം. ഇത് ഫറഖന ബിക്കുമുൽ ബഹ്റ, നിങ്ങളെയും കൊണ്ട് ബഹർ, സമുദ്രം പിളർന്ന സന്ദർഭം. ഐ സൊഹിയർനാഹു ഹിസ്സത്തൈൻ, അതായത് രണ്ട് ഈ ഭാഗമാക്കി മാറ്റി ആ ബഹറിനെ അള്ളാഹു. ഈ ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനം തെളിവ് സൂറത്തു ശുഅറാ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫഔഹൈനാ ഇലാ മൂസാ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ فانفلق فكان كل فرق كالطود العظيم. فأوحينا إلى موسى, അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന് നാം വഹി നൽകി. അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ, നിന്റെ വടി കൊണ്ട് ആ സമുദ്രത്തെ അടിക്കൂ എന്ന്. ഫൻഫലഖ, അപ്പോൾ പിറന്നു. ഫകാന കുല്ലു ഫിർഖിൻ, അപ്പോൾ ഓരോ ഭാഗവും, രണ്ട് ഭാഗവും എന്തായി? കത്തൗദിൽ അദീം, അത് വലിയ മൺതിട്ട പോലെയായി എന്ന്. അതായത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആളുകളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോരുമ്പോൾ ബഹർ സമുദ്രത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വയ്യല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വടി കൊണ്ടടിക്കാൻ. അങ്ങനെ ആ നദി അല്ലെങ്കിൽ ബഹർ പിളർന്ന് രണ്ട് ഭാഗമായി മാറി, രണ്ട് തൗദായി മാറി, രണ്ട് ഫിർക്കായിട്ട് മാറി, ഫിർക്കത്തായിട്ട്. അതാണ് ഹിസ്വത്തെ എന്നാണ്. അത് വലിയ രണ്ട് മൺതിട്ടകളെ പോലെ രണ്ട് ഭാഗമായിട്ട് അങ്ങ് നിന്നു. വഴി കിട്ടി, ആ വഴിയിലൂടെ അവർ സഞ്ചരിച്ചു. അങ്ങനെ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔന, ഫഅൻജൈനാകും, അങ്ങനെ നാം നിങ്ങളെ രക്ഷിച്ചു. ആ വഴിയിലൂടെ, ആ പാതയിലൂടെ നിങ്ങൾ അക്കരക്കേറി. വഅഗ്റഖ്നാ, നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ആല ഫിർഔന, ഫിർഔൻ്റെ ആളുകളെ. ഇത് കണ്ടിട്ട് ഫിർഔനും കൂട്ടരും ആ വഴിയിലൂടെ സഞ്ചരിച്ചു. അവർ ബഹറിലെത്തിയപ്പോൾ ബഹർ ആ രണ്ട് ഭാഗം കൂടി. അങ്ങനെ അവരെ അള്ളാഹു മുക്കിക്കൊന്നു എന്നാണ്. അദുവക്കും, നിങ്ങൾ ശത്രുവിനെ, അതായത് ഫിർഔനെ. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കേ. ഇന്നഹും മുറഖൂൻ, അതായത് അവർ മുങ്ങി നശിക്കുന്നത് നിങ്ങൾ നോക്കി നിൽക്കേ എന്ന്. വീണ്ടും തുടർന്ന് പറയാണ്, വഇദ് വഅദ്നാ മൂസാ 40 ലൈലതൻ വദ്കുറു എന്നർത്ഥം. നിങ്ങൾ ഓർക്കുകയും ചെയ്യുക. വീണ്ടും ഓർക്കാൻ പറയാണ്. ഇത് വഅദ്നാ മൂസാ 40 ലൈല, മൂസ അലൈഹി ഇസ്ലാമിന് നാം 40 ദിവസം തീരുമാനിച്ചപ്പോൾ, വാഗ്ദാനം നൽകിയപ്പോൾ. എന്തിന്? ഈത്താ ഇൽ കിതാബി, അൽ കിതാബ് നൽകുന്നതിന്, വേദഗ്രന്ഥം നൽകുന്നതിന് വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിന് 40 ദിവസം അള്ളാഹു നൽകി. സുമ്മത്തഖദതുമുൽ ഇജ്ല മിൻ ബഅദിഹി, അതിനുശേഷം
നിങ്ങൾ എന്ത് ചെയ്തു? പശുക്കിടാവിനെ സ്വീകരിച്ചു, പശുക്കിടാവിനെ ഉണ്ടാക്കി ആരാധിക്കാൻ വേണ്ടിയിട്ട്. ഐ ബഅദ ദഹാബിഹി തൂരി, തൂർ പർവ്വതത്തിലേക്ക് മൂസ അലൈഹിസ്സലാം അദ്ദേഹം പോയതിന് ശേഷം കിതാബ് സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പോയല്ലോ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമം ചെയ്തു, നിങ്ങൾ അക്രമകാരികളായി. ഫീദാലിക്കൽ വഖ്തി, ആ സമയത്ത് നിർത്തും. സുമ്മ അഫൗനാ അൻകും, പിന്നെ നിങ്ങൾക്ക് നാം മാപ്പ് നൽകി, അതായത് അള്ളാഹു മാപ്പ് നൽകി. ബിത്തൗബത്തി മിൻകും കമാ സയഅതി ബഅദ്, പിന്നീട് പറയുന്നത് പോലെ നിങ്ങളിൽ നിന്നുള്ള തൗബ പ്രകാരം. മിൻ ബഅദി ദാലിക, അതിനുശേഷം നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാൻ. ഹാദിഹി നിഅമത, ഈ അനുഗ്രഹത്തിന് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയല്ലോ, ആ അനുഗ്രഹത്തിന്. വീണ്ടും പറയണേ, വഇദ് ആതൈനാ മൂസൽ കിതാബ, അതായത് വദ്കുറു, നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുവീൻ. ഇത് ആതൈനാ മൂസൽ കിതാബ, നാം മൂസ അലൈഹിസ്സലാമിന് അൽ കിതാബ്, വേദഗ്രന്ഥം തൗറാത്ത് നൽകിയ സന്ദർഭം. ഐ ഇൽമ ശറാഇ, ശറഇൻ്റെ അറിവുകൾ, ശരീഅത്തിൻ്റെ അറിവുകൾ. വൽ ഫുർഖാന, ഫുർഖാനയും സത്യാസത്യത്തെ വിവേചിക്കുന്ന ഇതിനെ, അതായത് അൽ ഇംതിയാസ് ബൈന അഹ്ലിൽ ഹഖ് വ അഹ്ലിൽ ബാത്തുലി, സത്യത്തിൻ്റെ ആളുകളും വ്യാജത്തിൻ്റെ ആളുകൾക്കുമിടയിൽ ഉള്ള വേർതിരിവ്. ബി ഗലബത്തിൽ മുഅ്മിനീന അലൽ കാഫിരീൻ, സത്യവിശ്വാസികൾക്ക് സത്യനിഷേധികൾക്ക് മേൽ വിജയം നൽകിക്കൊണ്ട്, അതിജയിച്ചുകൊണ്ട്. ബി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൻ നിസാ 153-ാമത്തെ ആയത്തിൽ, യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സല അലൈഹിം കിതാബൻ മിനസ് സമാ ഫഖദ് സഅലൂ മൂസാ അക്ബറ മിൻ ദാലിക ഫഖാലൂ അരിന അല്ലാഹ ജഹ്റത ഫഅഖദത്ഹും الصاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. യസ്അലൂനക അഹ്ലുൽ കിതാബ്, യസ്അലുക അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബുകാർ താങ്കളോട് ചോദിക്കുന്നു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അൻ തുനസ്സല അലൈഹിം, അവർക്ക് മേൽ അവതരിപ്പിക്കപ്പെടാൻ, കിതാബം മിനസ്സമായി, ആകാശത്തു നിന്നൊരു വേദഗ്രന്ഥം വേണമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഹ്ലു കിതാബുകാർ പറഞ്ഞു, ഇസ്രായേലിൽ. ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക്, അവർ മൂസ അലൈഹി സ്വലാമിനോട് ഇതിൻ്റെ അപ്പുറം ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മേലുള്ളത് വലുത്. ഫഖാലു, അവർ പറഞ്ഞത് എന്താ? അരിന അല്ലാഹ ജഹ്റത്തൻ, അള്ളാഹിനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് നേരെ കാണിച്ചോണ്ട. ഫഅഖദത്ഹുമു സ്വാഇഖത്തു, അപ്പോൾ അവർക്ക് വലിയൊരു പ്രകമ്പനം, ഒരു അട്ടഹാസം അവർക്കുണ്ടായി. ബിദുൽമിഹിം, അവരുടെ അക്രമം കാരണം ഒരു ശിക്ഷ. സുമ്മ തഖദുൽ അജ്ല, പിന്നീട് അവർ എന്ത് ചെയ്തു? പശുക്കുട്ടിയെ സ്വീകരിച്ചു ആരാധിക്കാൻ വേണ്ടിയിട്ട്. മൂസാ അലൈഹിസ്സലാം തൂർ പർവ്വതത്തിലേക്ക് പോയ സമയത്ത് മിൻ ബഅദ് മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നു കിട്ടിയ ശേഷം ഫഅഫൗനാ അൻ ദാലിക, അത് അവർക്ക് നാം മാപ്പ് നൽകി. അതിനുശേഷം വആതൈനാ മൂസാ സുൽത്താനം മുബീന, നാം മൂസാക്ക് വ്യക്തമായ സുൽത്താൻ, അധികാരം, അതേപോലെ ഇത് തെളിവ്, പ്രമാണം നൽകി എന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്, ഫുർഖാൻ നൽകി, സത്യാസത്യ വിവേചകം നൽകി എന്ന്. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ മാർഗദർശനം ലഭിച്ചവരായേക്കാൻ വേണ്ടിയിട്ട്. തുടർന്ന് പറയണം, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും. വഇദ് ഖാല മൂസ, അതായത് വദ്കുറൂ ഇദ് ഖാല മൂസ, നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക. എന്ത്? ഇദ് ഖാല മൂസ, മൂസ പറഞ്ഞ സന്ദർഭം. ലിഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോട്. യാ ഖൗമി, ഓ സമൂഹമേ, സമുദായമേ, ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, ളലംതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട്, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ബിത്തിഖാദിക്കുമുൽ ഇജ്ല, നിങ്ങൾ പശുക്കുട്ടിയെ സ്വീകരിച്ച് ആരാധ്യ വസ്തുവായി സ്വീകരിച്ചുകൊണ്ട്, അത് കാരണം, അതുമൂലം.
ഫത്തൂബു, അതിനാൽ നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക, ഇലാ ബാരിക്കും, നിങ്ങളെ ഉണ്ടാക്കിയവൻ, അതായത് നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക. ഫഖ്തുലു അൻഫുസക്കും, അതിനാൽ നിങ്ങളെ തന്നെ വധിക്കുക, അതായത് തൗബയായിട്ട്. എങ്ങനെ വധിക്കുക? ഐ ഇഖ്വാനക്കുമുല്ലദീന ഇത്തഖദുൽ അജ്ല, പശുക്കിടാവിനെ സ്വീകരിച്ച, പശുക്കിടാവിനെ ആരാധിച്ച നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ വധിക്കുക. അതായിരുന്നു അവർക്കുള്ള തൗബ. അവരിലെല്ലാവരും പശുക്കിടാവിനെ ആരാധിച്ചില്ല, കുറച്ച് ആളുകളാണ് ആരാധിച്ചത്. ആ ആരാധിച്ചവരെ ആരാധിക്കാത്തവർ വധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തൗബ. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. അൽ-ബഖറ 84-ാമത്തെ ആയത്ത്. വഇദ് അഖദ്നാ മീസാഖക്കും, നിങ്ങളിൽ നിന്ന് കരാർ നാം സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ പരസ്പരം രക്തം ചിന്തരുത് എന്ന്. വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്താക്കരുത് എന്ന്. സുമ്മ അഖറർതും, പിന്നെ നിങ്ങളത് അംഗീകരിച്ചു. വാന്തും തഷ്ഹദൂൻ, നിങ്ങൾ സാക്ഷിയായിരിക്കെ. അതൊക്കെ അംഗീകരിച്ച പക്ഷേ അതൊക്കെ പിന്നീട് ലംഘിച്ചല്ലോ. അപ്പോൾ ഇവിടെ അൻഫുസക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ തന്നെ വധിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ അൽ-ബഖറ 84-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെയാണ്. നിങ്ങളെ തന്നെ പുറപ്പെടുവിക്കരുത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരങ്ങളെ പുറത്താക്കരുത് എന്നർത്ഥം. അവിടെ അൻഫുസക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പരസ്പരം തന്നെ അത് ചെയ്യരുത്. ഇവിടെ പരസ്പരം വധിക്കാനാണ് പറഞ്ഞത്. അവിടെ എന്താണ്? പശുക്കിടാവിനെ ആരാധിക്കാത്തവർ ആരാധിച്ചവരെ വധിക്കുക എന്നതായിരുന്നു അവരുടെ തൗബ. ദാലിക്കും, അതായത് അത്തൗബ, ആ തൗബ ഖൈറുല്ലക്കും ഇൻദ ബാരിക്കും, നിങ്ങളെ സൃഷ്ടാവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉത്തമം അതാണ്. അതായത് ഖാലിഖിക്കും, നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുത്ത്. ഫതാബ അലൈക്കും, അങ്ങനെ അപ്പോൾ നിങ്ങളുടെ തൗബ അവൻ സ്വീകരിച്ചു. ബി ഖബൂലി തൗബത്തിക്കും, അതായത് നിങ്ങളുടെ തൗബ സ്വീകരിച്ചുകൊണ്ട്. ഇന്നഹു ഹുവ തവ്വാബ് റഹീം, ഇന്നഹു, നിശ്ചയം അവൻ അത്തവ്വാബ്, പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനാണ്. അൽ മുത്തവജ്ജഹു അലാ മൻ തവജ്ജഹ ഇലൈഹി, അപ്പോൾ അവനിലേക്ക് മുന്നിടുന്നവനെ അവൻ സ്വീകരിക്കുമെന്നതാണ്. അർ റഹീം ഈമൻ ഇസ്തറഹമ, കരുണാവാരിധിയാണ്. ആർക്ക് കരുണാവാരിധി? റഹ്മത്ത് അന്വേഷിക്കുന്നവർക്ക് അവൻ റഹ്മത്ത് ചെയ്യുന്നവനാണ് എന്ന്.